ആരാ അത്? അകത്തേക്ക് വരൂ. രവിയുടെ വീട് ഇതല്ലേ? അതെ, അവൻ പുറത്തു പോയിരിക്കാം. ഞാൻ പിന്നെ വരാം. അവൻ ഉടനെ വരും. ഇരിക്കൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും? രവി എന്റെ അങ്കിളിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് മാപ്പ് ചോദിക്കാൻ വന്ന. മാപ്പോ? അവനൊരു മുൻകോപിയാ. അവൻ പറയുന്ന ഒന്നും കാര്യാക്കരുത്. തെറ്റെന്റേതാണ്. തലമറന്ന് എണ്ണ തേക്കരുന്ന് ഒരു പഴമൊഴിയുണ്ട്. ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഞാൻ രവിയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തു. ഒരു തെരുവുതണ്ടിയായി വളരേണ്ട എന്നെ എടുത്തു വളർത്തിയവരുടെ പ്രതാപത്തിൽ ഞാൻ സ്വയം മറന്നു. സ്വന്തം സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുന്ന എന്റെ അനിയത്തിയെ ഞാൻ വേദനിപ്പിച്ചു. എന്റെ വളർത്തമ്മ ഞാൻ കാരണം ദുഃഖിക്കുന്നു. പെറ്റമ്മയെയും വളർത്തമ്മയെയും രണ്ടായി കാണരുത് മോനെ. രണ്ടു മക്കൾ നഷ്ടപ്പെട്ട് നിർഭാഗ്യവതിയായ ഒരു അമ്മയാണ് ഞാൻ. അന്ന് തീവണ്ടി യാത്രക്കിടയിൽ കുഞ്ഞുമോന് പാല് വാങ്ങി മടങ്ങി വരുമ്പോഴേക്കും വണ്ടി പോയി കഴിഞ്ഞിരുന്നു. എന്റെ ബാബുമോനെയും പപ്പുമോനെയും പിന്നെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാബുവേട്ടൻ അമ്മയെ തേടി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അമ്മയെ അന്വേഷിച്ചു പോയ ബാബുവേട്ടൻ മടങ്ങി വന്നില്ല. രാധയുടെ അച്ഛനും അമ്മയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാനാണ് അമ്മേ. അപ്പു. അപ്പു. അമ്മേ. അപ്പു. അമ്മേ. ഒരു വിധത്തില് ഞാൻ ഭാഗ്യവതിയാണ് മോനെ. മരിക്കുന്നതിന് മുമ്പ് മോനെങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അമ്മേ, എന്നെ ഈ നിലയിൽ എത്തിച്ചവരെ അമ്മയ്ക്ക് കാണണ്ടേ? ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. കുമാർ. രാജനോ? ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുമാറിന് വിരോധമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരണം. എന്ത് അത്യാവശ്യ കാര്യമായാലും ഇന്ന് വരാൻ പറ്റില്ല. എന്താണെന്നായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്റെ അമ്മയെ ഞാൻ ഇന്ന് കണ്ടു.